നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനുണ്ടാക്കിയ ഇമേജ് നഷ്ടം നേരിടാൻ മാധ്യമപ്രവർത്തകർക്കിടയിലെ നീലക്കഥകൾ അന്വേഷിക്കേണ്ട ഗതികേടിലേക്ക് പിണറായി സർക്കാർ. അതിനിടെ നീല സിനിമാ കഥകളുടെ മാധ്യമ സ്ക്രീനിംഗ് എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് ദൃശ്യ പത്ര മാനേജ്മെന്റുമായി സിനിമാ രംഗത്തെ ഉന്നതർ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ചില മന്ത്രിമാർ മാധ്യമപ്രവർത്തകർക്കിടയിലെ ചീഞ്ഞ കഥകൾ ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ അന്വേഷിക്കുമെന്ന് സ്ഥിരീകരണം നൽകിയിരുന്നു. മാധ്യമങ്ങളെ ചൊൽപ്പടിയിൽ നിർത്താൻ ഇത് മാത്രമാണ് പോംവഴിയെന്ന് സർക്കാർ കരുതുന്നു. മാധ്യമങ്ങൾക്ക് നൊന്താൽ അവർ സർക്കാരിനെ വെറുതെ വിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗം അദ്ദേഹത്തിന് ഉപദേശം നൽകിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ സിനിമാക്കാരേക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലായത് സർക്കാരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ പ്രത്യേക പരാമർശമൊന്നുമില്ലെങ്കിലും ചില സിനിമാക്കാരെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി ആരോപണമുയർന്നു. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിന് ഒരു ഘട്ടത്തിൽ ആരോപണത്തിൽ നിന്നും ഒഴിവാക്കാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രമിച്ചു എന്നത് ശരിയാണ്. ഇക്കാര്യം മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടുവന്നത് മനസ്സിലാക്കിയ ഉടൻ തന്നെ മന്ത്രി ഇതിൽ നിന്ന് പിന്മാറി. ബംഗാളി നടി രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനോട് അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ഉപദേശം CPM-ലെ ഉന്നതനാണ് നൽകിയത്. രഞ്ജിത്ത് രാജിവെച്ചാൽ മന്ത്രി ഗണേഷ് കുമാറിലേക്കും മുകേഷ് MLA-യിലേക്കും നീങ്ങുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ രഞ്ജിത്ത് എപ്പിസോഡ് അവസാനിച്ചാലും മുകേഷും മറ്റ് CPM കലാകാരന്മാരെ രക്ഷപ്പെടുമില്ലെന്ന് തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. മമ്മൂട്ടി, മോഹൻലാലും CPM ഉന്നതരും സർക്കാർ ഉന്നതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. തൽക്കാലം മാധ്യമങ്ങളുടെ വായ അടയ്ക്കാൻ എന്തെങ്കിലും കണ്ടെത്തുക, അതിനുള്ള ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കിടയിലെ ചില ആരോപണങ്ങൾ പർവ്വതീകരിച്ച് മാധ്യമങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കാനാണ് സർക്കാർ നീക്കം. സ്വന്തം മാധ്യമപ്രവർത്തകർക്കെതിരെ സർക്കാർ ഇറങ്ങുമ്പോൾ അതിന് പിന്നണി പാടാൻ ഇടതുമുന്നണിയിലെ പോഷക സംഘടനാ പ്രവർത്തകരെയാണ് സർക്കാർ കണ്ടെത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രചാരണം നടത്തി മാധ്യമങ്ങളെ ചൊൽപ്പടിയിൽ നിർത്തുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ ഒരു പ്രസ് ക്ലബ്ബ് ഭാരവാഹിക്കെതിരെ വരെ ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ നടപടികളുമായി മുൻപോട്ട് പോകണമെന്ന് നിയമോപദേശം ലഭിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് നിയമോപദേശം നൽകിയത്. നിലവിലെ സാഹചര്യത്തിൽ പരാതി കിട്ടണമെന്ന് നിർബന്ധമില്ല. സർക്കാരിന് ആരോപണം പരിശോധിക്കാം. പോക്സോ ആണെങ്കിൽ നിയമ നടപടികൾ തുടങ്ങാം. പൊതുജനമധ്യത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സർക്കാരിന് ആവശ്യമായ തുടർ നടപടി എടുക്കാമെന്നാണ് നിയമോപദേശം ലഭിച്ചത്. DGP ഓഫീസിനോട് സർക്കാർ അഭിപ്രായം തേടിയിരുന്നു. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാൻ ഭയമുണ്ട്. മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലോടെ പ്രതിക്കൂട്ടിലായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. രഞ്ജിത്ത് രാജിവെക്കേണ്ടത് അനിവാര്യമായിരുന്നെന്ന് LDF നിലപാട്. ആരോപണം തെളിഞ്ഞാൽ മാത്രം നടപടിയെന്ന മന്ത്രി സജി ചെറിയാന്റെ കഴിഞ്ഞ ദിവസത്തെ ആദ്യ നിലപാട് സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു. പിന്നാലെ രഞ്ജിത്തിനെ നീക്കണമെന്ന് LDF-ൽ തന്നെ സമ്മർദ്ദം ശക്തമാവുകയായിരുന്നു. വയനാട്ടിലുള്ള രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക നെയിം ബോർഡ് മാറ്റിയിരുന്നു. സിനിമാ ചർച്ചകൾക്കിടെ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ബംഗാൾ നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയത്. മുകേഷിനെതിരെ ആരോപണമായി കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസ് എത്തിയത് CPM-നെ പ്രതിസന്ധിയിലാക്കി. പലതവണ അദ്ദേഹം മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് ഫോണിലൂടെ നിർബന്ധിച്ചതായി നടി ആരോപിച്ചു. 2018-ൽ നടി ഇതേ ആരോപണം ഉന്നയിച്ചെങ്കിലും അത് വേറെ മുകേഷ് കുമാർ ആകാമെന്നായിരുന്നു നടൻ മുകേഷിന്റെ അന്നത്തെ പ്രതികരണം. എന്നാൽ നടൻ മുകേഷിന്റെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ടെസ് ഇപ്പോൾ ഇത് മുകേഷ് തന്നെയാണെന്ന് വെളിപ്പെടുത്തിയത്. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകയാണ് ടെസ് ജോസഫ്. 19 വർഷം മുൻപ് ചാനൽ പരിപാടി ചിത്രീകരണത്തിന് ചെന്നൈയിൽ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവതാരകനായ മുകേഷ് രാത്രി നിരന്തരം വിളിച്ചു ശല്യപ്പെടുത്തിയെന്നും തന്റെ മുറി സ്വന്തം മുറിയുടെ തൊട്ടടുത്താക്കാൻ ശ്രമിച്ചെന്നായിരുന്നു സിനിമാ സാങ്കേതിക പ്രവർത്തക ടെസ് ജോസഫിന്റെ അന്നത്തെ വെളിപ്പെടുത്തൽ. ദുരനുഭവം തന്റെ മേധാവിയായിരുന്ന ഡെറക് ഒബ്രിയോനോട് പറഞ്ഞപ്പോൾ ആ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി തന്നുവെന്ന് ടെസ് പറഞ്ഞിരുന്നു. എന്നാൽ ആരോപണം മുകേഷ് MLA തള്ളിയിരുന്നു. അങ്ങനെയൊരു സംഭവം ഓർമ്മയിലില്ല, തെറ്റിദ്ധരിച്ചതാകാനാണ് സാധ്യത. ഫോണിൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി എന്നാണ് ആരോപണം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, മുകേഷ് കുമാർ എന്ന് പറഞ്ഞ് മറ്റാരെങ്കിലും വിളിച്ചതാകാമെന്നാണ് ടെസ് ജോസഫിനെ കണ്ടതായി ഓർക്കുന്നില്ലെന്നാണ് മുകേഷ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയും CPM-ഉം ഹേമ കമ്മിറ്റിയിൽ നിന്ന് തലയൂരാനാണ് കിണഞ്ഞു പരിശ്രമിക്കുന്നത്. എത്രയും വേഗം രക്ഷപ്പെടണം, അതിനാണ് മാധ്യമങ്ങളെ ലക്ഷ്യമിടുന്നത്. മുൻപും മാധ്യമങ്ങളെയാണ് CPM ആക്ഷേപിക്കുന്നത്. സിനിമാ ഉന്നതർ മാധ്യമ മാനേജ്മെന്റുകളെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. സിനിമാക്കാർ ഇല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകാനല്ല. പ്രധാന മാധ്യമങ്ങളെയാണ് ഉന്നതർ ലക്ഷ്യമിടുന്നത്. മാനേജ്മെന്റുകളെ സാമ്പത്തിക വാഗ്ദാനം നൽകിയാണ് സ്വാധീനിക്കുന്നത്. മാധ്യമങ്ങൾക്ക് സിനിമാ ഷോ നടത്താതിരിക്കാനാകില്ല. പിണക്കാറാണ് ഉദ്ദേശമെങ്കിൽ 2 വഴി എന്ന് സിനിമാക്കാർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എന്റർടൈൻമെന്റ് ചാനൽ നടത്താത്ത മാധ്യമ പ്രവർത്തകർ ഭീഷണിയിൽ വീഴുന്നില്ല എന്നതാണ് രസകരമായ കാര്യം. അതേസമയം സർക്കാർ ഉന്നത സിനിമാക്കാർക്കൊപ്പമാണ് നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി 2019 ഡിസംബർ 31-ന് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു. റിപ്പോർട്ടിന്റെ യഥാർത്ഥ കോപ്പിക്ക് ഒപ്പം 2 പകർപ്പുകളും കൈമാറി. മുഖ്യമന്ത്രിക്ക് അന്നത്തെ സാംസ്കാരിക മന്ത്രി AK ബാലനുമാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിനൊപ്പം വിവിധ രേഖകളും
സാംസ്കാരിക മന്ത്രിക്ക് കൈമാറിയിരുന്നതായി ജസ്റ്റിസ് ഹേമ സർക്കാരിനെ കത്തിലൂടെ അറിയിച്ചിരുന്നു. തന്റെ ഓഫീസിൽ റിപ്പോർട്ടിന്റെ മറ്റു കോപ്പികളില്ലെന്നും കത്തിൽ വ്യക്തമാക്കി. ഈ കത്തിലാണ് വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചത്. ഇക്കാര്യം കത്തിലൂടെ സാംസ്കാരിക മന്ത്രിയെയും അറിയിച്ചു. കത്തിന്റെ പകർപ്പുള്ളപ്പോഴാണ് ഇക്കാര്യം മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും നിഷേധിക്കുന്നത്. സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനൊപ്പം മൊഴികളോ മറ്റ് രേഖകളോ ഇല്ലെന്നാണ് വാദം. ഇത് ശരിയല്ലെന്നാണ് സാംസ്കാരിക വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ട് ആദ്യം സാംസ്കാരിക വകുപ്പിൽ സൂക്ഷിച്ചു. മൊഴി പകർപ്പുകൾ സാംസ്കാരിക വകുപ്പ് പരിശോധിച്ചിരുന്നു. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് മൊഴികളിലുള്ളത്. ഇതിനാലാണ് അതീവ സുരക്ഷയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തു പോകരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ഡിജിറ്റൽ തെളിവുകളും മൊഴി പകർപ്പുകളും ആഭ്യന്തര വകുപ്പിലെ രഹസ്യ വിഭാഗത്തിലെ ലോക്കറിലേക്ക് മാറ്റി. അതീവ രഹസ്യരേഖകൾ സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. 3 കോപ്പികളിൽ 1 കോപ്പി പിന്നീട് നിയമവകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിന് കൈമാറി. നിയമപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിരുന്നു ഇത്. റിപ്പോർട്ടിനൊപ്പം രേഖകളും കൈമാറുന്നതായി ജസ്റ്റിസ് ഹേമ വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മീഷൻ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ അടക്കം ഫോട്ടോകൾ ഉണ്ടായിരുന്നു. റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതെല്ലാം ഒഴിവാക്കിയാണ്. ഹേമ കമ്മീഷന്റെ നിരീക്ഷണങ്ങൾ അടങ്ങിയ 6 പേജും ഒഴിവാക്കി. 3 പ്രധാന നിർദ്ദേശങ്ങളും പുറത്തുവിട്ടില്ല. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക പീഡനങ്ങൾക്ക് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കർശന നടപടിയെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. സമൂഹമാധ്യമങ്ങളിലൂടെ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ IPC 354 അനുസരിച്ച് കേസെടുക്കണമെന്നായിരുന്നു മറ്റൊരു നിർദ്ദേശം. മാനഭയം കൊണ്ടോ ഭയം കൊണ്ടോ പരാതി നൽകാൻ മടിക്കുന്നവർക്ക് നിയമസഹായത്തിനായി സർക്കാർ ബദൽ മാർഗം കണ്ടെത്തണമെന്നും ശുപാർശയുണ്ടായിരുന്നു. ഇതെല്ലാം പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി. 296 പേജുകളുണ്ടായ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തിപരമായ ആരോപണങ്ങൾ ഒഴിവാക്കാനായി 61 പേജുകളും ഒട്ടേറെ ഖണ്ഡികകളും ഒഴിവാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണം ഉന്നയിച്ചവരുടെ പരാതി ലഭിച്ചാൽ കേസെടുക്കാമെന്ന് സർക്കാർ പറയുന്നതിന്റെ സാങ്കേതിക ന്യായം ഇരകളുടെ പേരുകൾ സംബന്ധിച്ച് റിപ്പോർട്ടിലുള്ള അവ്യക്തതയാണ്. മൊഴി നൽകിയ സ്ത്രീകളുടെ പേര് കമ്മിറ്റി റിപ്പോർട്ടിലില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഇരയുടെ മൊഴി പോലീസിനെ രേഖപ്പെടുത്തണമെങ്കിൽ കമ്മിറ്റി അധ്യക്ഷ ജസ്റ്റിസ് ഹേമയോ അംഗങ്ങളായ നടി ശാരദ, KP വത്സലകുമാരി എന്നിവരോ പേര് പോലീസിനോട് ആദ്യം വെളിപ്പെടുത്തണം. അങ്ങനെ വന്നാൽ ഇവരിൽ ഒരാൾ കേസിൽ ആദ്യം സാക്ഷിയാകും. ഇത് സംഭവിക്കില്ല. വെളിപ്പെടുത്തൽ നടത്തിയ ഒരു ഇരയുടെയും പേരോ വിശദാംശങ്ങളോ മൊഴിക്കൊപ്പം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകളിൽ മൊഴി നൽകിയവരുടെ എല്ലാം പേരുണ്ടായിരുന്നു. എന്നാൽ ചോദ്യാവലിക്ക് ഉത്തരം നൽകിയ സ്ത്രീകളുടെ പേരുകൾ അവരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ഈ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തെന്ന് കമ്മിറ്റി റിപ്പോർട്ടിലെ 40ാം ഖണ്ഡികയിൽ പറയുന്നു. സിനിമാ വ്യവസായത്തിന്റെ ആകെ ക്ഷേമം കൂടി ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് വിശദീകരണം. സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും റിപ്പോർട്ട് നൽകാനുമാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയത്. അവിടെ പേരുകൾ പ്രധാനമല്ലെന്നും ആരുടെയെങ്കിലും പേര് പറയുകയോ നാണം കെടുത്തുകയോ കുറ്റവാളികളെ കണ്ടെത്തുകയോ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ചില സംവിധായകരുടെയും നടന്മാരുടെയും നല്ല പെരുമാറ്റത്തെക്കുറിച്ചും സ്ത്രീകൾ മൊഴി നൽകിയിരുന്നു. ഇവരുടെ പേരുകളും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇത്തരം പ്രതിസന്ധിക്കിടയിലാണ് ചില താരങ്ങൾ പേരുകൾ തുറന്നു പറഞ്ഞു തുടങ്ങിയത്. അതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത്.